റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് അധ്യാപകന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്ത ലോൺ ആപ്പ് സ്ഥാപനങ്ങളുടെ തട്ടിപ്പ്. കല്ലേപ്പുള്ളി സ്വദേശി അധ്യാപകൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫോട്ടോകളാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത്. അധ്യാപകനെ ലോൺ സ്ഥാപനത്തിന്റെ ജീവനക്കാരൻ എന്നുള്ള വ്യാജേന പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ തട്ടിപ്പ്. അധ്യാപകന്റെ ചിത്രം പ്രൊഫൈൽ ഫോട്ടോയാക്കി ലോൺ ആപ്പ് സ്ഥാപനത്തിന്റെ ലിങ്കുകൾ പ്രചരിക്കുന്നുണ്ട്. മെറിഡിയൻ ലിങ്ക് എന്ന ലോൺ സ്ഥാപനത്തിന്റെ പേരിലാണ് ഈ വായ്പ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ്. അധ്യാപകൻ നിരവധി തവണ സൈബർ സെല്ലിനെ സമീപിച്ചുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ആക്ച്വലി 2025 ഒരു ഓഗസ്റ്റ് ഒക്കെ ആവുന്ന സമയത്താണ് ആദ്യമായിട്ട് എൻ്റെ ഫോട്ടോ FBയിൽ ഒരു വ്യാപാരി എന്നുള്ളൊരു പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് ഇയാളെ സൂക്ഷിക്കണം, 5000 രൂപ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് ലോണ് തരാമെന്ന് പറഞ്ഞിട്ട് ചീറ്റ് ചെയ്യുകയാണെന്നുള്ള പറഞ്ഞു. അപ്പോഴാണ് ഞാനത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അന്ന് നമ്മൾ സൈബറിൽ പരാതിപ്പെട്ടിരുന്നു, മിസ്യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്. അതിനുശേഷം മാർച്ച് ആയ സമയത്ത് ഇതേ ഫോട്ടോ വെച്ച് വാട്സാപ്പിൽ പിന്നെയും ലോണ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള ഒരാളുടെ അടുത്ത് പിന്നെ ഇത് പറഞ്ഞിട്ട് അയാളത് അയച്ചു കൊടുത്തു പൈസ. അതിലും എൻ്റെ അതേ ഫോട്ടോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോ യൂസ് ചെയ്ത് ഞാൻ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനാണെന്നുള്ള രീതിയിൽ ഒരു വ്യാജ പ്രചാരണം നടത്തി പൈസ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്പറൊക്കെ ത്രിപുരയിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിലൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ് 2 പ്രാവശ്യം അത് അവർ ക്ലോസ് ചെയ്യുക ചെയ്തത്, ഒന്നും ചെയ്യാതെ. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാലെ, ഈ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കുന്ന ഒരു മാനനഷ്ടത്തിന് ആര് സമാധാനം പറയും? എങ്ങനെയായിരുന്നു ഈ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം? 9 മാസമായിട്ടും ഇത്രയും തവണ പരാതി നൽകിയിട്ട് പോലും ഈ സൈബർ സെൽ എന്താണ് കൃത്യമായി ആക്ട് ചെയ്യാതിരുന്നത്? അവരെന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? ഈ ഒരു സമയത്തിനിടയിൽ എത്ര ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? ഇതിനൊക്കെ ആര് ഉത്തരവാദിത്വം പറയും? ഇനിയെങ്കിലും സൈബർ സെല്ല് നടപടിയെടുക്കുമോ? അവരൊന്ന് അനങ്ങുമോ? ഇക്ബാൽ, ഷിഹാസ്, ഈ വായ്പ വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിശ്വസിപ്പിക്കുകയും പിന്നീട് ഈ ആളുകളിൽ നിന്നെല്ലാം 5000-ഉം 10,000-ഉം എല്ലാം കമ്മീഷൻ നിരക്ക് വാങ്ങി വായ്പ നൽകാതെ പറ്റിക്കുന്ന, തട്ടിപ്പ് നടത്തുന്ന നിരവധി സംഘങ്ങൾ ഇപ്പോൾ വ്യാപകമാണ്. പ്രത്യേകിച്ചും സൈബർ ഇടത്തിലാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ വിലസി നടക്കുന്നത്. ഈ സംഘങ്ങളിൽ ഒരു സംഘമാണ് ഇപ്പോൾ ഇതാ പാലക്കാട് സ്വദേശിയായിട്ടുള്ള യുവ അധ്യാപകന്റെ ചിത്രം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. പാലക്കാട് കല്ലേപ്പുള്ളി സ്വദേശിയായിട്ടുള്ള നിതിൻ എന്ന് പറയുന്ന യുവ അധ്യാപകനാണ് ഇപ്പോൾ തന്റെ ചിത്രങ്ങൾ ഈ വായ്പാ തട്ടിപ്പ് സംഘം ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. 2025 ഓഗസ്റ്റിലാണ് തന്റെ ചിത്രം ഇത്തരത്തിൽ ഈ വായ്പാ തട്ടിപ്പ് സംഘങ്ങൾ ഈ സൈബർ ഇടത്ത് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന വിവരം ഈ അധ്യാപകൻ അറിയുന്നത്. അധ്യാപകന് തന്നെ പരിചയത്തിലുള്ള ഒരു വ്യക്തി ഈ വായ്പാ തട്ടിപ്പ് സംഘത്തിന്റെ ഇരയാവുകയായിരുന്നു. അദ്ദേഹത്തിന് പണം നഷ്ടമാവുന്നു. പിന്നീട് ഈ വിവരമെല്ലാം ഈ അധ്യാപകൻ അറിയിച്ച സമയത്താണ് താൻ പോലും അറിയാതെ തന്റെ ചിത്രം ഉപയോഗിച്ച് ഇങ്ങനെ നിരവധി ആളുകളെ പറ്റിച്ചിരിക്കുന്നു ഈ തട്ടിപ്പ് സംഘങ്ങൾ എന്നുള്ളത് അധ്യാപകൻ മനസ്സിലാക്കുന്നത്. അന്ന് തന്നെ സൈബർ സെല്ലിൽ ഈ അധ്യാപകനായിട്ടുള്ള നിതിൻ പരാതി നൽകിയതാണ്. പക്ഷേ സൈബർ സെല്ല് ഈ തട്ടിപ്പ് സംഘങ്ങളെ കണ്ടെത്തുന്ന നടപടികളിലേക്ക് കടക്കുമ്പോഴേക്കും മാർച്ച് മാസത്തോടുകൂടി വീണ്ടും ഇതേ അധ്യാപകന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൂടുതൽ ആളുകളെ തട്ടിപ്പിന് ഇരയാക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈ അധ്യാപകന്റെ മാത്രമല്ല അദ്ദേഹം കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് സംഘം ഇപ്പോൾ ഈ തട്ടിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ അധ്യാപകത്തിന്റെ പരിചയത്തിലുള്ള പല ആളുകൾക്കും മെസ്സേജ് അയച്ചും ഈ തട്ടിപ്പിന് ഇരയാക്കുന്നുണ്ട്. ഏതായാലും അധ്യാപകൻ 3 തവണയും സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ എവിടെയുള്ള സംഘമാണ് ഇതെന്ന് കണ്ടെത്താൻ കൃത്യമായി സൈബർ സെല്ലിന് സാധിച്ചിട്ടില്ല. മിസോറാമും ത്രിപുരയും എല്ലാം ഉള്ള ആളുകളാണ് ഇതിന് പിന്നിലെന്ന സംശയം സൈബർ സെല്ല് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് സൈബർ സെല്ല്. പക്ഷേ അധ്യാപകൻ പറയുന്നത് താൻ ചെയ്യാത്തൊരു തെറ്റ്, താൻ ഇന്നേവരെ ഒരാളിൽ നിന്ന് പോലും ഇത്തരത്തിൽ 1 രൂപ പറ്റിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരെയും തന്നെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടില്ല. പക്ഷേ എന്നിട്ടും തനിക്കിപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ ചിത്രം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത് ആളുകളെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുള്ള വ്യക്തികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം, ഈ കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനോടും സൈബർ സെല്ലിനോടും ഇപ്പോൾ ഈ അധ്യാപകനായിട്ടുള്ള നിതിൻ ഉയർത്തുന്നത്. ശരി ഇക്ബാൽ, ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പലതരത്തിൽ നമ്മുടെ നാട്ടിൽ സജീവമാണ്. ഒരുപാട് ആളുകളെ ഇവർ അവരുടെ കെണിയിൽ വീഴ്ത്തുന്നുണ്ട്, പണം തട്ടിയെടുക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പരാതി നൽകിയാലും ഈ സൈബർ സെൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ, മെല്ലെപ്പോക്ക്, ഇതാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് വീണ്ടും തട്ടിപ്പ് നടത്താനുള്ള പ്രോത്സാഹനമായി മാറുന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല.